ഹലോ എവരി വൺ, വെൽക്കം ടു ഐലൺ IAS ഇഗ്നൈറ്റ് ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ IDNA ഏപ്രിൽ 17, 2026 ദിവസത്തെ ആ ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് പ്രധാനമായിട്ടും 5 ആർട്ടിക്കിൾസ് ഉണ്ട്, 2 എഡിറ്റോറിയലും, പിന്നെ അതല്ലാതെ ഈ നമ്മൾ എക്സ്പ്ലെയിൻഡ്, ടെസ്റ്റ് ആൻഡ് കോൺടെസ്റ്റ്, ഹെൽത്ത്, ആ ഒരു ഇതിൽ പാർട്ടിൽ വന്ന ആർട്ടിക്കിൾസാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നൊരു സ്റ്റോറി നോക്കി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു എഡിറ്റോറിയൽ വരുന്നുണ്ട്. ആ എഡിറ്റോറിയൽ പറയുന്നത് ആക്ച്വലി നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് റീസെൻ്റ്ലി ഉള്ള ഡെവലപ്മെൻറ്റ്സ്, കാര്യങ്ങൾ, അവിടെ ഇന്ത്യൻ്റെ എന്തൊക്കെ സാധ്യത, കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ ആക്ച്വലി ക്രീപ്പിംഗ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, സിസ്റ്റമിക്ക് നമ്മുടെ ഒരു എന്താ ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ ബെറ്ററാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഇന്ത്യാസ് റൂറൽ മോഡൽസ് ആർ ഷേപ്പിംഗ് ഡെവലപ്മെൻറ്റ് ഡിപ്ലോമസി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ NRLM വെച്ചാൽ നാഷണൽ റൂറൽഹുഡ് ലൈവ്ലിഹുഡ് മിഷൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സക്സസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇപ്പം ഒരു ആഫ്രിക്ക അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കയുടെ പല രാജ്യങ്ങൾ, ഇപ്പോൾ എത്യോപ്യ അങ്ങനെ പോലെയുള്ള ടാൻസാനിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവരിതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കംസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഡിപ്ലോമസി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോകുന്നു. അപ്പോൾ എന്താ നമ്മുടെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനായി ഇപ്പോൾ UPI പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന പോലെ ഇവിടുത്തെ പല സ്കീമുകളും അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചുകളും അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൺസൂണിൻ്റെ ഇപ്പം IMD ഫോർകാസ്റ്റ് നോക്കുന്നതാണെങ്കിൽ മൺസൂൺ ഇപ്രാവശ്യം കുറവായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വരുന്ന സമയങ്ങളിൽ ജൂൺ ടു സെപ്റ്റംബർ സമയത്ത് ഉണ്ടാവും, അത് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, നമ്മളെങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിട്ടുള്ളത്, അത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വലി വാക്സിൻ ഇഞ്ചുറി കമ്പൻസേഷൻ മെക്കാനിസം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ കോവിഡ് ടൈം വാക്സിൻ എടുത്തിട്ടുണ്ട്, പലപ്പോഴും പോളിയോ വാക്സിൻ, പല വാക്സിൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ആക്ച്വലി ഇപ്പം റെയർലി കേസായിട്ട് പലപ്പോഴും ആൾക്കാർക്ക് എന്താ പറയുക, ഈ വാക്സിന് കാരണം അഡ്വേഴ്സ് ആയിട്ടുള്ള ഇവൻറ്റ്സുകളും എഫക്റ്റുകളൊക്കെ ഉണ്ടാവാം, പല അലർജി, പല ഡിസീസുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവിടെ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കോമ്പൻസേഷൻ പോലെ എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഇഞ്ചുറി വന്നാൽ ഒരു കോമ്പൻസേഷൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓവർവ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഒരു എഡിറ്റോറിയലാണ്. ഇത് ആക്ച്വലി വരുന്നത് നമ്മുടെ GS2 ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് സെക്ടർ സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, പിന്നെ അതിൻ്റെ ഒരു IPR റൈറ്റ്സ്, അതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ പറയുന്നത് വെച്ചാൽ ആക്ച്വലി ക്യാൻസർ ക്യൂർ മസ്റ്റ് നോട്ട് ബി ഹോസ്റ്റേജ് ടു ബിഗ് ഫാർമ. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ബെറ്റർ ഇതാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത്. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പം ലൈക്ക് ഇമ്മ്യൂൺ സെൽസ് ഉണ്ടാവില്ല, ആ ഒരു സംഭവത്തെ ബൂസ്റ്റ് ചെയ്തിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗപ്പെടുന്ന രീതിയാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്നുള്ളത്. ഇപ്പം മുമ്പാണ് കീമോ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ച്വലി ക്യാൻസർ സെൽസിന് കില്ല് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അതല്ല, ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിനെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു സംഭവം ഇവൻ്റാണ് വെച്ചാൽ ഒരു ഇനിഷ്യേറ്റീവാണ് മെക്സ് ആൻഡ് കോസ് കീട്രൂഡ പോലത്തെ ആ ഒരു ബയോളജിക്കൽ ഒരു ഡ്രഗാണത്. ലൈക്ക് ഈ ഒരു പർട്ടിക്കുലർ മെഡിസിൻ പോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ സംഭവത്തിൻ്റെ ഡ്രഗ്സിൻ്റെ പൈസ എന്നുള്ളത് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ 100 mg ആ ഒരു വയലിൽ യൂസ് ചെയ്യുന്നത് തന്നെ അറൗണ്ട് എത്ര വരുന്നത് വെച്ചാൽ 1.5 lakh ഫോർ മോസ്റ്റ് പേഷ്യൻസിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും 1.5 lakh ഒക്കെ ആ ഒരു പ്രൈസ് വരുമ്പോൾ അത് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്നുണ്ടാവില്ല അല്ലേ, പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് ഇതിനകത്ത് ബെറ്റർ ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യണം, അതിൻ്റെ സ്റ്റെപ്സൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വയൽസ് എന്നുള്ളത് ആക്ച്വലി ഒരു ഗ്ലാസ് ട്യൂബ് പോലെ കണ്ടാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻസ് എടുക്കുന്ന പോലെ ഈ ഡ്രഗ്സിൻ്റെ ഈ കീട്രൂഡ ഡ്രഗ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എടുക്കുന്നതാണെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പം ഈ പൈസ ഉള്ളവർക്ക് എടുക്കണമെന്നുണ്ടാവില്ല അല്ലേ. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഇഷ്യൂ ആണ് ഷാഡോ എക്കണോമി എന്നുള്ളത്. ഷാഡോ എക്കണോമി എന്ന് വെച്ചാൽ പല സിറ്റികളിലായിട്ട് ഒരു നെറ്റ്വർക്ക് തന്നെ നിൽക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രഗിൻ്റെ ആയിരിക്കാം പലപ്പോഴും മറ്റു രീതിയിൽ ആൾക്കാർക്ക് വേറെ ഒരു റീഫിൽ ചെയ്തിട്ടോ മറ്റു രീതി ചെയ്തിട്ടോ അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാവാം, യൂസ്ഡ് വയൽസ് റീഫിൽഡ് ദം വിത്ത് അതർ സബ്സ്റ്റൻസസ് ലൈക്ക് സോൾഡ് ദം ആസ് എ ജെനുവിൻ ഡോസസ്. ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ ആൾക്കാർ വാങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി പല പ്രശ്നങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ മാത്രമല്ല ഒരു ചൂഷണം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഷാഡോ എക്കണോമി രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ആ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴെന്താ കാര്യം, ഇതിൻ്റെ ഡിസ്പോസൽ ശരിക്കും നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ആൾക്കാർക്ക് അത് കളക്ട് ചെയ്തിട്ട് അത് പിന്നെ റീഫില്ല് ചെയ്തിട്ട്
ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാൻ രീതിയിൽ ആളെ പറ്റിക്കാനും പറ്റുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ വീക്ക് ട്രാക്കിംഗ് സിസ്റ്റംസ്, വേസ്റ്റ് ഡിസ്പോസലൊക്കെ വീക്ക് ആയതുകൊണ്ടാണ് ആ ഇഷ്യൂ നിലനിൽക്കുന്നത്, ഷെയർഡ് എക്കണോമി എന്നുള്ളത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. പിന്നെ എന്താ ആബ്സൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ഡ്രഗ് സപ്ലൈ ചെയിനിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഈ പാറ്റന്റ് ടിക്കറ്റ് ലൈക്ക് എവർഗ്രീനിങ് ഒക്കെ ഒരു ടേം ഉണ്ട്. ഈ പാറ്റന്റ് ടിക്കറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഈ പെർട്ടിക്കുലർ ഡ്രഗ് ഉണ്ടാവല്ലോ, ആ ഡ്രഗിൻ്റെ ഒരു ഇവരെന്തായാലും പാറ്റന്റ് എടുത്ത് വെക്കും ഈ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ. ഓക്കെ, ആ പാറ്റന്റ് എടുത്ത ശേഷം തന്നെ അതിൻ്റെ ഇപ്പം എന്തെങ്കിലും ഫോർമുലേഷൻ, അതിൻ്റെ വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ആണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഡ്രഗ് ആണെങ്കിൽ ആ ഡ്രഗിൻ്റെ പല ഫോർമേഷൻ കാര്യങ്ങളൊക്കെ രീതിയിൽ അതിനെല്ലാത്തിനും പാറ്റന്റ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോഴെന്താ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് തന്നെ ഫോർമേഷൻ മൊത്തം വരുമ്പോൾ പല രീതിയിലുള്ള പാറ്റന്റുകൾ ഓവർലാപ്പിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കാര്യം സംഭവിക്കുന്നത് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഇതിൻ്റെ പാറ്റന്റ് ഇതിൻ്റെ പാറ്റന്റ് കഴിഞ്ഞിട്ട് ഇത് സംഭവത്തിനൊരു ലൈക്ക് ഒരു ജനറിക് വേർഷൻ ഇറക്കാൻ നിൽക്കുമ്പോഴേക്കെങ്കിലും ഒരു ഡ്രഗ് ഇറക്കാൻ നിൽക്കുന്നതാണെങ്കിൽ പക്ഷേങ്കിൽ ഈ പെർട്ടിക്കുലർ മെയിൻ പാറ്റന്റ് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേങ്കിൽ ബാക്കിയുള്ള പാറ്റന്റുകൾ ഉണ്ടാവുമല്ലോ ഇത് ഓവർലാപ്പ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് ആക്ച്വലി ഇത് ഡിലേ ചെയ്യുന്നുണ്ട്, ഇവർക്ക് വേറൊരു ഡ്രഗ് ഇതിൻ്റെ ഒരു ചീപ്പ് കോപ്പി എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവിടെ എവർഗ്രീൻ എന്ന് പറയുമ്പോൾ ഈ കമ്പനീസ് തന്നെ ഈ പെർട്ടിക്കുലർ ഡ്രഗിൻ്റെ ചെറിയ ചെറിയ ഒരു മൈനർ ടീക്സ് നടത്തിയിട്ടോ കാര്യങ്ങൾ ചെയ്തിട്ടോ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് പിന്നെയും മോഡിഫൈ ചെയ്തിട്ട് പാറ്റന്റ് അപ്ലൈ ചെയ്യും. അപ്പോഴേ ആക്ച്വലി പിന്നെയും ഇങ്ങനെ രീതിയിൽ തന്നെ പുതിയ പാറ്റന്റ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അത്രയും കാലത്തേക്ക് വേറൊരു അതിൻ്റെ ഒരു കോപ്പി എടുക്കാനോ ഒരു പബ്ലിക് അതിലേക്ക് ചീപ്പായിട്ട് ആ ഡ്രഗ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതാ ഇവിടെ പാറ്റന്റ് ടിക്കറ്റ് ലൈക്ക് ഈ എവർഗ്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഈ ഒരു എന്താ ചെയ്യാൻ പറ്റുക, അവിടെ ഇപ്പോൾ വരുന്ന കാര്യമാണ് ഈ ബയോസിമിലേഴ്സ് എന്നുള്ളത്. ബയോസിമിലേഴ്സ് എന്നുള്ളത് മുമ്പും ഈ ഒരു സെഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമിലേഴ്സ് എന്ന് വെച്ചാൽ ഈ ബയോളജിക്സ് പരമായിട്ടുള്ള ഈ ഡ്രഗുകൾ അതിനെ ഈ ഒരു ബയോസിമിലേഴ്സ് എന്ന് പറയുമ്പോൾ ലിവിങ് സെൽസ് ലൈക്ക് അത് രീതിയിൽ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ ഇതിൻ്റെ ഒരു ചീപ്പ് കോപ്പി പോലെ ജനറിക് വേർഷൻ പോലെ അത് ഇറക്കുന്ന ഒരു ഡ്രഗാണ് ബയോസിമിലേഴ്സ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പി പോലെ എടുക്കുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ കാര്യം വെച്ചാൽ ഇത് മറ്റിനെക്കാട്ടിയും ഒറിജിനലിനെക്കാട്ടിയും എന്തുണ്ടാവും, പൈസ കുറച്ച് രീതിയിൽ ഒരു 70% ഒക്കെ രീതിയിൽ ആ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, അഫോർഡബിൾ ആയിരിക്കും കാര്യങ്ങൾ, പെട്ടെന്ന് ആൾക്കാരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ബയോസിമിലേഴ്സ് ഉണ്ടാക്കാൻ ഭയങ്കര രീതിയിലുള്ള ലൈക്ക് ഒരുപാട് ലൈക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇത് മറ്റുള്ള പോലെ കെമിക്കലായിട്ടുള്ള കാര്യമല്ല, ബയോസിമിലേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഈ സപ്പോർട്ട് ലാബ് സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, അതിന് പല പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ പറയുന്ന വെച്ചാൽ ആക്ച്വലി നമുക്കിപ്പം മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റീസുകൾ ആ ഒരു ലൈക്ക് 8 times ലോങ്ങർ ഡെവലപ്പാണ് ലൈക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ. പെർട്ടിക്കുലർ കെമിക്കലിനല്ലാതെ ഈ ഒരു ബയോസിമിലേഴ്സ് ചെയ്യാൻ 4 to 8 times രീതിയിലേക്ക് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ബെറ്ററായിട്ട് നമ്മളൊരു സിസ്റ്റം ബെറ്ററാക്കി മാറ്റേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഈ രീതി ബയോസിമിലേഴ്സ് ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ പറയുക വെച്ചാൽ ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ കാര്യം ചെയ്യുന്നത് ഈ ഒരു റെഗുലേറ്ററി ഓവർസൈറ്റ് പെട്ടെന്ന് സ്ട്രെങ്തൻ ചെയ്യുക, കൂടാതെ ഈ ഫാസ്റ്റ് ട്രാക്ക് ബയോസിമിലേഴ്സ് ആ രീതിയിൽ ഈ ബയോസിമിലേഴ്സ് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാൻ രീതിയിലേക്കുള്ള രീതിയിൽ നമ്മളൊരു മെഷേഴ്സുകളും കാര്യങ്ങളും എടുക്കേണ്ടതുണ്ട്. വേറൊരു കാര്യം വെച്ചാൽ ലോങ് ടൈമിൽ ഇപ്പോൾ നമ്മൾ കാർട്ട് തെറാപ്പി ഒരു സെൽ തെറാപ്പിയാണ്, ഇമ്മ്യൂൺ തെറാപ്പി എന്നൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ചെയ്തതുപോലെ ഈ ബെറ്റർ ആയിട്ടുള്ള ഇന്നോവേഷൻസ് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. ജസ്റ്റ് ഒരു ഫാർമസി ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ജനറിക് ആയിട്ടുള്ള ഡ്രഗ് ഇറക്കുന്നു അങ്ങനെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതല്ലാതെ നമ്മൾ സ്വന്തമായിട്ടുള്ള ബയോടെക്നോളജി ഒരു ഇന്നോവേഷൻ ചെയ്യാൻ രീതിയിലേക്കും കൊണ്ടുവരണമെന്നാണ് ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു എഡിറ്റോറിൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കുന്ന ഇവിടെ പറയുന്നുണ്ട്. ഇമ്മ്യൂൺ തെറാപ്പി വെച്ചാൽ ആ ഒരു ഈ കീട്രൂഡ അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആക്ച്വലി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹാർനസ് ചെയ്തിട്ടാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് അതിന് അഫോർഡബിലിറ്റി ക്രൈസിസ് ആണ്. കാര്യം 1.5 lakh പെർ വയൽ 100 mg ആ ഒരു ഇതിന് 1.5 lakh എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ഷാഡോ എക്കണോമി പ്രശ്നമുണ്ട്. ഇപ്പോൾ യൂസ്ഡ് ആയിട്ടുള്ള വയൽസ് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്, റീഫിൽ ചെയ്യുന്നുണ്ട്, എന്നിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നം ഈ പാറ്റന്റ് ടിക്കറ്റ്സുകൾ എവർഗ്രീൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബയോസിമിലേഴ്സിൻ്റെ ചലഞ്ചാണ്. അത് പലപ്പോഴും ആ ഒരു ചെയ്യാനുള്ള അഡ്വാൻസ് ലാബുകൾ റെഗുലേഷൻ ടൈം ലൈൻസ് ഒക്കെ കൂടുതലാണ്. അതിൻ്റെ പല പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. വേറെ കാര്യം നമുക്ക് നോക്കുന്നതാണെങ്കിൽ ഈ ഷോർട്ട് ടൈം ആയിട്ട് ഈ ഒരു
ഇതിൻ്റെ ബയോസിഗ്നൽസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യം കൊണ്ടുവരിക. വേറെ കാര്യം എന്താ, ഈ ഒരു ലോങ് ടൈം രീതിയിൽ ബയോടെക് ഇന്നോവേറ്റർ ആയിട്ട് മാറുക. ജസ്റ്റ് എന്താ പറയുക, ഒരു ജനറേറ്റർ കിടക്കുന്ന മാത്രമല്ലാതെ ഇന്നോവേറ്റർ രീതിയിലേക്ക് നമ്മളൊരു ബെറ്റർ ആയിട്ട് പോയാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ ഒരു എഡിറ്റോറിൻ്റെ കാര്യങ്ങൾ. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്ത വെച്ചാൽ ആക്ച്വലി എന്താ, ക്രീപ്പിംഗ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ആക്ച്വലി നമ്മുടെ GS3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, പിന്നെ അല്ലാതെ എന്താ GS2 തന്നെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഗവേണൻസ് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ഒക്കർ ഡ്യൂ ടു നെഗ്ലക്റ്റ് ഓഫ് റിസ്ക് ബിൽഡ്സ് അപ്പോർ ഓവർ ടൈം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ അത് ആക്ച്വലി നമ്മുടെ ആ ഒരു ഗവേണൻസിൻ്റെ സിസ്റ്റമിക്കൽ ഫെയിലിയർ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് വരുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ ആക്ച്വലി ഇവിടെ ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ, ഈ ഒരു ബോയിലേഴ്സ് ഓൾമോസ്റ്റ് നെവർ ഫെയിൽ ദിസ് വേ സഡൻലി. ലൈക്ക് ബോയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പവർ പ്ലാന്റുകൾ, ഈ റിഫൈനറീസുകൾ, തെർമൽ, ആ ഒരു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ ഇൻഡസ്ട്രി റിലേറ്റഡ് കാര്യങ്ങൾ. അതിൽ ബോയിലർ എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ സ്റ്റീം കൊണ്ട് യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ബോയിലേഴ്സിന് പലപ്പോഴും ബോയിലറിൻ്റെ പല എക്സ്പ്ലോഷൻസും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ആണെങ്കിൽ ഈ എന്താ പറയുക, ഇവിടെ തന്നെ പറയുന്ന ബോയിലർ എക്സ്പ്ലോഷൻ ഛത്തീസ്ഗഡിൽ അത് നടന്നിട്ടുണ്ട്. അപ്പം എന്ത് സംഭവിച്ചാൽ 20 പീപ്പിൾ ലൈക്ക് എന്താ പറയുക മരിച്ചിട്ടുണ്ട്. ഓക്കെ, അത്ര ആൾക്കാർ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നം അതല്ലാതെ എന്താ, വിശാഖപട്ടണത്തിൽ ഗ്യാസ് ലീക്ക് 2020, പിന്നെ കൂടാതെ നെയ്വേലി പവർ സ്റ്റേഷൻ തെർമൽ പവർ സ്റ്റേഷൻ 2020 ആ പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ റീസെൻ്റ്ലി അങ്ങനെ പല ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്ന ബോയിലർ എക്സ്പ്ലോഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അത് എങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ബെറ്റർ ആയിട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ഈ എഡിറ്റോറിയലിനകത്ത്. ഇവിടെ പറയുന്ന സെലക്ഷൻ എന്താ, ഇപ്പം നമ്മൾ റെഗുലർലി ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം വർക്ക് കാരണം എന്താ പറയുക, സർട്ടിഫിക്കേഷൻ ഒരു ഇയറിൻ്റെ ഒക്കെ രീതിയിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടാവും ഈ ബോയിലർ സർട്ടിഫിക്കേഷൻ. പക്ഷേങ്കിൽ പ്രശ്നം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബോയിലർ സർട്ടിഫിക്കേഷൻ പക്ഷേങ്കിൽ എപ്പോഴും റീസെൻ്റ്ലി വെച്ചാൽ എല്ലാ ഡേയും അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളും നോക്കേണ്ടി വരും. ആ രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഈ ഈവൻ ദോ ബോയിലർ കണ്ടീഷൻസ് വേരി ഓൺ ഡെയിലി ബേസിസ്, പക്ഷേ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താ, നമ്മൾ ബേസിക്കലി എന്താ ഫോക്കസ് ഓൺ ഫാബ്രിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് റാദർ ദാൻ കണ്ടിന്യൂസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഡിറ്റിംഗ് ഈസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു ഫാബ്രിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കുന്നുള്ളൂ, പക്ഷേ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ആ ഒരു മോണിറ്ററിങ് കാര്യങ്ങൾ നടക്കുന്നില്ല. ആ പ്രശ്നം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വേറെ കാര്യം വെച്ചാൽ നമ്മുടെ ആ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടല്ലോ, നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ ആ ഒരു ഫോക്കസാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ളത്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ സെൽഫ് സർട്ടിഫിക്കേഷൻ കാര്യമാണ് നമ്മൾ ഫേവർ ചെയ്യുന്നത്. പക്ഷെ സംഭവിക്കുന്നത് എന്താ, അത് ആക്ച്വലി ആ ഒരു ലൈക്ക് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല. തേർഡ് പാർട്ടീൻ്റെ ഒരു ബെറ്റർ ആയിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവില്ല, ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല, കാര്യം മര്യാദ നടക്കുന്നുണ്ടാവില്ല. കൂടാതെ സർപ്രൈസ് ആയിട്ടൊരു ഗവൺമെൻറ് അതിനെ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും രീതിയിൽ വിശാഖപട്ടണം ആയാലും അല്ലാതെ അതിപ്പോൾ ഛത്തീസ്ഗഡിലാണെങ്കിലും ഈ നെയ്വേലിക്കാണെങ്കിലും അതിന് പ്രശ്നങ്ങൾ ആ ഒരു ഇൻസിഡൻസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ആ രീതി പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലാക്കുക. വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ, ഈ പല വർക്കേഴ്സുകളും ഇതിനകത്ത് വരുന്ന ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരായിരിക്കും, പല സംസ്ഥാനങ്ങളിലുള്ള ഈ ഒരു പ്ലാന്റുകളിലും ഇൻഡസ്ട്രികളിലൊക്കെ. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ അവർക്ക് ഇവിടെ ഈ നാട്ടിൽ ഇപ്പം തമിഴ്നാട്ടിലെ ആൾക്ക് വർക്ക് ചെയ്യാൻ വന്ന ആൾ ഇപ്പം പൂനെ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്നായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ നാറ്റീവ് ലാംഗ്വേജിൽ കിട്ടണമെന്നുണ്ടാവില്ല. അല്ല ഇപ്പം വെച്ചാൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൽ മാത്രം ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇപ്പം ഹിന്ദിയിലുണ്ടായ ഒരു ബെറ്റർ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ആ രീതിയിൽ എന്തൊക്കെയാണ് അവിടുത്തെ ഒരു സേഫ്റ്റി കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസുകൾ, മാനുവൽസുകൾ, ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ വ്യക്തമായ ധാരണ അവർക്ക് ലഭിക്കുന്ന രീതിയിലും ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇപ്പം പൂനെ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് സിൻസ് 2021, അതുപോലെ ശങ്കർ 2025 അതൊക്കെ എക്സ്പ്ലോഷൻ സംഭവിച്ചപ്പോൾ എന്താ അവർക്ക് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ വർക്കേഴ്സിന് ആ ഒരു അൺഅവെയർ ഓഫ് ദ നെയിംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ കെമിക്കൽസ് ഇൻ ദ വർക്ക് പ്ലേസ്. ഓക്കെ, അപ്പം എന്താ പൂനെയിൽ ശങ്കർ റെഡ്ഡി പറയുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ വർക്കേഴ്സ് തന്നെ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രോപ്പർട്ടികൾ, അതിൻ്റെ കാര്യങ്ങൾ കുറിച്ച് അൺഅവെയർ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടായിട്ടില്ല. ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഓഷ് കോഡ് ആക്ട് ഉണ്ട്. ഓക്കെ, ഓഷ് കോഡ് ആക്ട് എന്ന് വെച്ചാൽ ഇപ്പം OSHW എന്ന് വെച്ചാൽ ഒക്യുപ്പേഷൻ സേഫ്റ്റി ആ ഒരു ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020 ആണ്. ഓക്കെ, അത് ആക്ച്വലി ആ ഒരു വർക്കേഴ്സിൻ്റെ ആ ഒരു സേഫ്റ്റി, ആ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു കോഡാണ്. ഓക്കെ, ലേബർ ഫോം പോലെ വരുന്നതാണ്. ഓക്കെ,
അതിൽ പക്ഷേ എന്താ ആ ഒരു അക്കൗണ്ടബിലിറ്റി വീക്കാണ്. ഓക്കെ, അത് വെച്ചാൽ ഇപ്പം ആ ഒരു ആൾക്കാർ അത് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു ചെയ്തിട്ടുള്ളത് ആ പ്രശ്നങ്ങളും അവർക്ക് എന്താ പറയുക ഡസ് നോട്ട് ക്ലിയർലി ഹോൾഡ് ദ പ്രിൻസിപ്പൽ എംപ്ലോയി ക്രിമിനലി ലയബിൾ ഫോർ സേഫ്റ്റി ലാപ്സസ്. ഓക്കെ, അപ്പോൾ ആ ഒരു അക്കൗണ്ടബിലിറ്റി അവിടെ കുറവായതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നതാണ് ഇവിടെ പറയുന്നുണ്ട് എന്താ ബോയിൽ എക്സ്പ്ലോഷൻസുകൾ, ഗ്യാസ് ലീക്സുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആക്ച്വലി എന്താ പെട്ടെന്ന് ഉണ്ടായതല്ല, എന്താ ഒരു ഓവർ ടൈം ആ ഒരു റിസ്ക് ബിൽഡപ്പ് ചെയ്യുന്നതാണ് ആ ഒരു പ്രശ്നങ്ങൾ. പിന്നെന്താ ശക്തിയിലെ പ്രശ്നമുണ്ട്, 20 ഡെത്ത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. 2026 ശക്തി ഛത്തീസ്ഗഡിലെ ആ ഒരു ഗ്യാസ് ലീക്ക്, ആ ഒരു എക്സ്പ്ലോഷൻ. പിന്നെന്താ സിമിലർ കേസസ് വിശാഖപട്ടണം ഉണ്ടായിട്ടുണ്ട്, നെയ്വേലി ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ റെഗുലേറ്ററി ലാഗ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഇതിനകത്ത്. അതിൽ വെച്ചാൽ ബോയിൽ സർട്ടിഫിക്കേഷൻസ് എന്താ വാലിഡ് ഫോർ ഇയർ ആണ്, പക്ഷേങ്കിൽ ഈ കണ്ടീഷൻസ് ഡെയിലി വാരി ചെയ്യുന്നുണ്ട് അല്ലേ, ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വേറെ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഇൻസെൻറ്റീവ് മിസ്മാച്ച് ആണ്. നമ്മളിപ്പോൾ എന്താ പറയുന്നത് ആക്ച്വലി ആ ഒരു ബെറ്റർ ആയിട്ടൊരു മെയിൻ്റെനൻസ് ഷട്ട് ഡൗണോ ആ ഡിസ്കറേജ് ചെയ്യുന്നത് നമ്മൾ ഒരു ഇപ്പോഴത്തെ ഒരു ഗവേണൻസ് സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ആ രീതിയിൽ എന്താ പറയുക ഒരു മെയിൻ്റെനൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ അത് റിവാർഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അപ്രോച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, ആ പ്രശ്നമുണ്ട്. പിന്നെന്താ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേഴ്സസ് സേഫ്റ്റി. നമ്മൾ പുഷ് ഫോർ സെൽഫ് സർട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ പ്രശ്നം സംഭവിക്കുന്നത് എന്താ ആ ഒരു റെഡ്യൂസ്ഡ് സർപ്രൈസ് ഇൻസ്പെക്ഷൻസ് നടക്കുന്ന അപ്പോൾ സംഭവിക്കുമ്പോഴെന്താ ആ ഒരു ബെറ്റർ ആയിട്ട് അതിൻ്റെ ഒരു ആ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാൻ സാധിക്കുന്നില്ല, ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പിന്നെന്താ പറയുക വെച്ചാൽ കോൺട്രാക്ട് ആൻഡ് മൈഗ്രൻ്റ് വർക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആക്ച്വലി വെച്ചാൽ എന്താ ഈ മാനുവൽസും കാര്യങ്ങളൊക്കെ അവർക്ക് നോട്ട് ഇൻ നേറ്റീവ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ വർക്കേഴ്സ് ഓഫ് അൺഅവെയർ ഓഫ് കെമിക്കൽസ് ദ ഹാൻഡിൽ, അതാണ് പൂനെ സംഗറെഡ്ഡി കേസുകളിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, വേറെ കാര്യം എന്താ ഈ ഓഷ് കോഡാണ്, അതിനകത്ത് ആക്ച്വലി വെച്ചാൽ വീക്ക് അക്കൗണ്ടബിലിറ്റി അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിലും ബെറ്റർ ആയിട്ട് ഒരു വർക്കർ കണ്ടീഷൻസുകളോ കാര്യങ്ങളോ ഉറപ്പുവരാൻ സാധിക്കുന്നില്ല. അതൊക്കെ കൂടി ഇതിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയൽ റിസ്കുകളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അതാണ് ഈ ഒരു എഡിറ്റോറിയൽ ടോട്ടലി പറഞ്ഞു വെക്കുന്ന കാര്യം. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്ത ആക്ച്വലി എന്താ ഇന്ത്യാസ് റൂറൽ മോഡൽസ് ആർ ഷേപ്പിംഗ് ഡെവലപ്മെൻറ്റ് ഡിപ്ലോമസി പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ആക്ച്വലി എന്താ GS2 ബൈലാറ്ററൽ റീജിയണൽ ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് അഗ്രിമെൻറ്റ്സ് ഇൻവോൾവിങ് ഇന്ത്യ ഇൻട്രസ്റ്റുകൾ ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും സിലബസിൽ. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഇത് ആക്ച്വലി പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 2011 എന്താ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള മിഷനാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM. ഓക്കെ, ഇത് ആക്ച്വലി ചെയ്തതെന്ന് വെച്ചാൽ മൾട്ടി ഡയമെൻഷണൽ പ്രോവർട്ടീനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എങ്ങനെ സാധിക്കുന്നത് റൂറൽ ഹൗസ് ഹോൾഡ്സിന് എന്താ പറയുക ആക്സസ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ്, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്സ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ന്യൂ സ്കിൽസ് പഠിപ്പിക്കാൻ കൊടുക്കുക, അതൊക്കെ അതിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പം റീസെൻ്റ്ലി തന്നെ ഇപ്പം ദീൻ ദയാൽ ഉപാധ്യായ ആ കൗശല്യ യോജന, അതൊക്കെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ തന്നെ പറയുന്നുണ്ട് 20 മില്യൺസോളം വുമൻ എന്താ പറയുക ആ ഒരു 1 lakh പ്ലസ് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി. പിന്നെന്താ ആ ഒരു വുമൻ്റെ ആണെങ്കിൽ ബാങ്കിങ് റെസ്പോൺസ് ആർ പെർസെൻറ്റ് ഓവർ 60%, ആ രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ 50 മില്യൺ വുമൻ ഹാവ് ആക്സസ് ബാങ്ക് ക്രെഡിറ്റുകൾ 50 മില്യൺ ആൾക്ക് വുമൺ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ സംഭവിക്കുന്നത് ഫീമെയിലിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ആ പല രീതിയിലേക്ക് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ കാര്യം വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഈ ഒരു പല കാര്യങ്ങളും അച്ചീവ്മെൻറ്റ്സുകളും പല രാജ്യങ്ങളും ഇപ്പം എന്താ പറയുക ഗ്ലോബൽ സൗത്തിൻ്റെ പല രാജ്യങ്ങളും ഇപ്പോൾ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലേക്കും അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആ ഒരു ബെറ്റർ ആയിട്ട് സ്റ്റഡി നടത്താനും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഇതിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ നമ്മുടെ ഇവിടെ നോക്കുന്നതാണെങ്കിൽ ഈ 2025 മിനിറ്റോളം നോക്കുന്നതാണെങ്കിൽ തന്നെ ആക്റ്റീവ് 740 ഡിസ്ട്രിക്റ്റുകളിൽ നമ്മുടെ ഈ മിഷനും കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ തന്നെ വെച്ചാൽ എന്താ റീച്ച്ഡ് ഓവർ 100 മില്യൺ ഹൗസ് ഹോൾഡ്സ്, മൊബിലൈസ്ഡ് മോർ ദാൻ 9 മില്യൺ SHGകൾ, കൂടാതെ എന്താ ഫെസിലിറ്റേറ്റഡ് 51,368 crores ഇൻ ക്യാപിറ്റലിസ്റ്റ് സപ്പോർട്ട് സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെന്താ വരുന്നത് 12 lakh crore ബാങ്ക് ലിങ്കേജസുകൾ എനേബിൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റീസെൻ്റ്ലി ആണെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്കും 19,200 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബെറ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട്. എന്താ കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് വില്ലേജ് ക്ലസ്റ്റർ ബ്ലോക്ക് ലെവൽസ്, കൂടാതെ എന്താ ആ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് കാഡർ ഡെലിവറിങ് ലാസ്റ്റ് മിനിറ്റ് സർവീസുകൾ, കൂടാതെ നമ്മുടെ റൂറൽ വുമൺ ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റംസുകൾ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്കീമായിട്ട് മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ പല ഹാൻഡ്സുള്ള പല രീതിയിലുള്ളൊരു മിഷൻ രീതിയിലുള്ള ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ആക്ച്വലി എന്താ ഈ ഒരു
ബിയോണ്ട് ദ ബോർഡേഴ്സ് പോകാൻ കാരണം കൂടെ ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുക, ആഫ്രിക്കൻ ഗവൺമെൻറ്റിൽ വെച്ചാൽ ഇവിടെ പറഞ്ഞ എത്യോപ്യ, ടാൻസാനിയ, മലാവി, കെനിയ, റവാണ്ട ആ രാജ്യങ്ങളിലെ ആൾക്കാർ ഈ ഒരു ഇന്ത്യയെ തന്നെ വിസിറ്റ് ചെയ്ത് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ റിലേറ്റഡ് NRLMൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതായത് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താ, ഓപ്പറേഷൻ മെക്കാനിക്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കൂടാതെ ആ ഒരു SSGയുടെ എങ്ങനെ സ്കെയിൽ ചെയ്യുന്നത്, ഒരുപാട് വുമൻസിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്, ആ രീതിയിൽ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ എങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഇവിടെ പറയുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ തന്നെ ആ ഒരു ഇന്ത്യ ഒരു ലീഡറായി വരുന്ന ഒരു കാര്യമല്ലേ. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു കാര്യം ചെയ്യുമ്പോൾ അത് പല രീതിയിലും ഇപ്പം ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾക്കായിക്കൂടെ അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം വെച്ചാൽ എന്താ, നമ്മൾ ആക്ച്വലി ഇപ്പോൾ വെസ്റ്റേൺ മോഡലിൽ ഡെവലപ്മെൻറ്റ് സാധിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, ഇത്രമാത്രം ഇൻകം ഇവിടെ ഉണ്ടായിട്ടില്ല, അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കുറവാണ്, പല പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട്. തേർഡ് വേൾഡ് കൺട്രി രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളിൽ ഏഷ്യയിൽ ഇന്ത്യ ആണെങ്കിലും ആഫ്രിക്ക രാജ്യങ്ങളും ഒരുപാട് സിമിലാരിറ്റി ആയിരിക്കും. അതുകൊണ്ടും കൂടിയാണ് ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള NRLMൻ്റെ റൂറൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളും അവിടെ ബെറ്ററായി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അവരിതിനെ കൺസിഡർ ചെയ്യുന്നതും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. ഇവിടെ പറയുന്നുണ്ട് എന്താ പറയുക, കപ്പാസിറ്റി ബിൽഡിങ്ങുകൾ, ഫിനാൻസുകൾ, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഒരു പൊട്ടൻഷ്യലായിട്ട് നോക്കുന്നതാണെങ്കിൽ ഈ ഡിജിറ്റൽ ഗവേണൻസ്, അഗ്രികൾച്ചർ, ഫിനാൻഷ്യൽ ആർക്കിടെക്ചർ രീതിയിൽ ആ രീതിയിൽ പല മേഖലകളിലേക്ക് ഇതിനെ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, വേറെ കാര്യം എന്താ പറയുന്നത്, ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് റൂറൽ ലൈവ്ലിഹുഡ് നോളജ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം കൂടി സെറ്റപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ്, ഇപ്പോൾ ലൈക്ക് സ്റ്റേറ്റ് ലൈവ്ലിഹുഡ് മിഷൻസ് ലിങ്ക് ചെയ്യാൻ, അതെല്ലാം ട്രെയിനിങ് കൊടുക്കാൻ, ആഫ്രിക്കൻ ഗവൺമെൻറ്റ്സിനെ അറിയിക്കാൻ, കൂടാതെ എന്താ ആ ഒരു ലൈക്ക് ലോങ്ങർ ഫെലോഷിപ്പുകൾ, ഇമ്മേഴ്ഷൻ വിസിറ്റുകൾ, ജോയിൻറ്റ് പൈലറ്റ് പ്രോജക്റ്റുകളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുന്നതാണെങ്കിൽ ആക്ച്വലി എന്താ, ആ ഒരു ജസ്റ്റ് ഒരു മിയർലി ഒരു റിസോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്കീം, ഒരു ട്രാൻസ്ഫർ കൊടുക്കുക രീതിയല്ലാതെ ബെറ്റർ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് സപ്പോർട്ട് കൊടുക്കുക, ആ രീതിയിലേക്ക് നമ്മളൊരു ഡിപ്ലോമസി തന്നെ, ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഡിപ്ലോമസി രീതിയിലേക്ക് ഈ റിലേഷൻസ് ഇന്ത്യ ആഫ്രിക്ക രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട്. NRLM എന്നുള്ള 2011 ക്രിയേറ്റ് ചെയ്തതാണ് എന്തിനാ, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ എന്താ, അതിൻ്റെ ഫോക്കസ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിരുന്നു, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആയിരുന്നു, സ്കിൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. പിന്നെന്താ പറയുന്നത്, ഇത് 742 ഡിസ്ട്രിക്റ്റുകൾ ആക്റ്റീവ് ആയിരുന്നു. പല രീതിയിലേക്ക് അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. 9 മില്യൺ SSGകൾ മൊബിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ 51368 ഓക്കെ 51,361 കോടി രൂപ ക്യാപിറ്റലിസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ 12 lakh കോർ ബാങ്ക് ലിങ്കേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പല രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് ഈ ഒരു പർട്ടിക്കുലർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി ആണെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് ആണെങ്കിൽ ഇത്ര 19,200 കോടി, ആ ഒരു അറൗണ്ട് കോടി എത്ര ഇതിൻ്റെ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആക്ച്വലി എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇവിടുത്തെ ആഫ്രിക്കൻ നേഷൻസ് ആയിട്ടുള്ള എത്യോപ്യ, ടാൻസാനിയ, മലാവി, കെനിയ, റുവാണ്ട രീതിയിലുള്ള രാജ്യങ്ങൾ ഇത് പഠിക്കാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കാരണം വെച്ചാൽ നമ്മൾ കളക്റ്റീവായിട്ട് എംപവർമെൻറ്റ് നടക്കുന്നത്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കമ്മ്യൂണിറ്റി ഡ്രിവൻ ആണ്, സ്കെയിലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടും കൂടിയാണ് അവർ രീതിയിലേക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു റിസോഴ്സ് ട്രാൻസ്ഫർ എന്നല്ലാതെ ഉപരി ഇൻസ്റ്റിറ്റ്യൂഷണൽ നോളജ് ട്രാൻസ്ഫർ രീതിയിലേക്ക് നമ്മളൊരു സപ്പോർട്ട്, ഡിപ്ലോമസി, ഒരു ഇൻ്റർലിങ്കേജ് ട്രാൻസ്ഫറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ആ ഒരു സൗത്ത് കോർപ്പറേഷൻ്റെ പാർട്ടായിട്ട് ഒരു മോഡലായിട്ട് NRLM ഇതായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. നമുക്കെന്നാൽ അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ആക്ച്വലി വെച്ചാൽ നമ്മൾ GS1 ഇമ്പോർട്ടൻറ്റ് ജിയോ ഫിസിക്കൽ ഫിനോമിന, മൺസൂൺ, അതുപോലെ GS3 ഇന്ത്യൻ എക്കണോമി രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലെന്താ ബേസിക് കാര്യം വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ IMD ഫോർകാസ്റ്റ് എന്താ പറയുക, ഇന്ത്യൻ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പം മൺസൂൺ എന്താ ഈ ജൂൺ ആ ഒരു സെപ്റ്റംബർ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന മഴയുടെ പേരാണ് മൺസൂൺ അല്ലേ. ആ മൺസൂൺ മഴ അതിൻ്റെ ആ ഒരു നോക്കുന്നതാണെങ്കിൽ ഈ പ്രാവശ്യം ഈ ഒരു ഇയറിൽ ആ ഫോർകാസ്റ്റുകൾ നോർമലിനെക്കാട്ടിയും കുറച്ചും കൂടി താഴെയായിരിക്കും. 92% രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു IMD ഫോർകാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ, അതിനെങ്ങനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക, അതൊക്കെയാണ് ഇവിടെ ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എന്താ, ആ ഒരു 92% ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ആ ഒരു എന്താ പറയുക, ലൈക്ക് കൈൻഡ് ഓഫ് എന്താ പറയുക, ലോവസ്റ്റ് ആണ് ഈ ഒരു കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു 20 വർഷത്തിൽ കിട്ടുന്നതാണെങ്കിൽ ഒരു ലോവസ്റ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഒരു മഴയാണ് നമുക്ക് ഇപ്പം ലഭിക്കാൻ പോകുന്ന രീതിയിലാണ് ഫോർകാസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, വേറെ പറയുന്നത് വെച്ചാൽ ആക്ച്വലി ഇവിടെ എന്താ ആ ഒരു അറൗണ്ട് എന്താ പറയുക 70% ഇന്ത്യയിലെ ആനുവൽ റെയിൻഫോൾ
ഈ ഒരു മൺസൂൺ ടൈമാണ് വരുന്നത്. ഇത് ആക്ച്വലി ജൂൺ ടു സെപ്റ്റംബർ ഒരു പീരീഡിലാണ് നിലനിൽക്കുന്നത്. ഓക്കെ, പറയുക വെച്ചാൽ നമ്മുടെ ആ ഒരു ലൈക്ക് എന്താ പറയുക, ഇറിഗേഷൻ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ആ പല രീതിയിലെ പല കാര്യങ്ങൾക്കും നമ്മൾ ഈ ഒരു ക്രിട്ടിക്കലായിട്ട് ഈ ഒരു മൺസൂൺ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ കൺട്രി എന്നുള്ളത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, മൺസൂൺ റെയിൻഫോൾ ഓൾസോ ഫീഡ്സ് ഇന്ത്യസ് റിസർവോയേഴ്സ്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ പല രീതിയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രീൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ റിവർ പല രീതിയിലേക്കും നമ്മൾ ഈ ഒരു മൺസൂണിനെ ആശ്രയിച്ചിട്ട് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം റീസെൻ്റ്ലി പറഞ്ഞാൽ ഇപ്പോൾ IMD പറഞ്ഞ എന്താ, ആ ഒരു 92% മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു നോർമലിനെ കാട്ടി നോർമൽ എന്ന് വെച്ചാൽ 96 to 104 ഒക്കെ വരുന്നെങ്കിൽ ആ നോർമലിനെ കാട്ടി കുറച്ച് കുറവാണ് ഈ ഒരു ഇപ്പം ഫോർകാസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൂടെ പറയുന്നുണ്ട്. എന്താ പറയുക വെച്ചാൽ ഇവിടെ നമ്മൾ ബെറ്ററായിട്ട് വാട്ടർ മാനേജ്മെൻറ്റ് പ്രാക്ടീസുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതുകൊണ്ട് ബെറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെന്താ MGNREGയുടെ പല പ്രോഗ്രാമുകൾ കൂടെ നമ്മളൊരു എന്താ പറയുക, ഒരു ചെക്ക് ഡാമുകൾ, തൗസൻഡ്സ് ഓഫ് പോൺസുകൾ, വെൽസ്, ചെക്ക് ഡാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജുകൾ ആ ഒരു ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പല മെഷേഴ്സുകൾ ലൈക്ക് എന്താ പറയുക, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡും ഗവൺമെൻറ്റ്സുകളെ ചെയ്തുകൊണ്ടൊക്കെ ബെറ്ററായിട്ട് നമ്മളവിടെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇതോടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഇവിടെ തന്നെ നമ്മൾ നോക്കാം, എന്താ റീസെൻ്റ്ലി നമ്മൾ റിസർവോയറുകൾ ഈ ഡാമുകൾ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എന്താ ഈ ആവറേജ് എന്നുള്ള 64.618 BCM എന്നുള്ളതാണ് അതിൻ്റെ ഒരു BCM എന്ന് വെച്ചാൽ ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ആ ഒരു ആവറേജ് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ് ഇത്ര 69.751 BCM ആണ് ആ ഒരു ആവറേജ് വന്നിട്ടുണ്ടായത് ലാസ്റ്റ് ഇയറിൻ്റെ ആ ഒരു കണക്ക് എന്നുള്ളത്. പക്ഷേ ഈ ഇയറിലാണെങ്കിൽ നമുക്ക് ആക്ച്വലി എന്താ ടോട്ടൽ ആ ഒരു കറണ്ട് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 82.070. ഓക്കെ, അത്രയും BCM രീതിയിൽ വാട്ടർ കപ്പാസിറ്റി റിസർവോയർ സ്റ്റാറ്റസുകൾ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 92% രീതിയിലേക്ക് വാട്ടറിൻ്റെ മൺസൂണിൻ്റെ റെയിൻഫോൾ കുറഞ്ഞാൽ കൂടിയും ആ പ്രശ്നം നമ്മളെ ബാധിക്കുന്നുണ്ടാവുന്ന രീതിയിലാണ് ഇവിടെ ആക്ച്വലി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താ, വാട്ടർ സ്റ്റോറേജ് ഇൻ ഇന്ത്യസ് 166 large reservoirs is not just better than last year but also higher than the average of the last 10 years. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഈ അസറ്റ് വളരെ ക്രൂഷ്യലായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കാം. വേറെ പറഞ്ഞു വെച്ചാൽ ഈ ഒരു 92% ഉള്ളത് തന്നെ പലപ്പോഴും എല്ലായിടത്തും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പം നമ്മുടെ ആ ഒരു സദേൺ പെനിൻസുല, നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലൊക്കെ വെച്ചാൽ കുറച്ചും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടോ അല്ലെങ്കിൽ എബോ നോർമലായിട്ടോ കിട്ടുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ അല്ലാതെ മറ്റ് പല ഇടങ്ങളിലായിരിക്കും പക്ഷേങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോർകാസ്റ്റിന് പരമായിട്ടുള്ള ഡെഫിഷ്യൻസി കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, വേറെ കാര്യം ഇവിടെ പറയുന്നുണ്ട് എന്താ, ആ ഒരു ലൈക്ക് ജൂൺ ടു ഓഗസ്റ്റ് ഒക്കെ രീതിയിൽ ആ ഒരു നോർമൽ റെയിൻഫോൾ തന്നെ ആയിരിക്കും. പക്ഷേ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു റീജിയനിലായിരിക്കും അതിൻ്റെ ഒരു ആ ഒരു കാണിക്കാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഇവിടെ എന്താ എൽനിനോ. ഓക്കെ, മെയിൻ കോസ് ഫോർ സപ്രസിങ് ദ മോൺസൂൺ റെയിൻഫോൾ എന്താ, ഈ എൽനിനോ ആണ്. എൽനിനോ സംഭവിക്കുന്നത് ഈസ്റ്റേൺ സെൻട്രൽ ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ ചൂട് കൂടുമ്പോൾ സംഭവിക്കുകയാണ് ഈ ഒരു എൽനിനോ പ്രതിഭാസം സംഭവിക്കുന്നത്. അപ്പോഴാണ് ആക്ച്വലി ഇത് നമ്മുടെ മൺസൂൺ വിൻഡുകളെ വീക്കൻ ചെയ്യുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഇവിടുത്തെ ആ ഒരു മഴ കുറയാനുള്ള കാരണം. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ് ലാനിന ഉള്ളത്. ലാനിന സമയത്ത് ആ ഒരു കൂളിംഗ് നടക്കുമ്പോഴെന്താ നമ്മൾ ഇതിൻ്റെ ഇവിടെ ബെറ്ററായിട്ട് റെയിൻഫോൾ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എൽനിനോ കൂടി ഒരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ആ കാര്യം മനസ്സിലാക്കുക. ഇവിടെ പറയുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ എന്താ 92% നോർമൽ റെയിൻഫോൾ ആണ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോർകാസ്റ്റ് പറയുന്നത്. പിന്നെന്താ ഒരു 70% നമ്മളാ ഒരു ആനുവൽ റെയിൻഫോൾ മൺസൂണിൽ നിന്ന് വരുന്നത്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അഗ്രികൾച്ചർ, റിസർവോയറുകൾ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ബെറ്ററായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുന്നതാണെങ്കിൽ എന്താ ആ ഒരു ഫോർകാസ്റ്റിംഗ് ഇമ്പ്രൂവ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വാട്ടർ മാനേജ്മെൻറ്റ് നോക്കുന്നതാണെങ്കിൽ എന്താ 82 BCM നമുക്ക് ഒരു വാട്ടർ മാനേജ്മെൻറ്റ് പ്രസൻ്റ്ലി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൂടെ സംസാരിക്കുന്നത്. വേറെ കാര്യം വെച്ചാൽ എന്താ നമ്മളൊരു പല രീതിയിലേക്ക് മാറ്റം വരുമ്പോഴെങ്കിലും ലൈക്ക് 92% എല്ലായിടത്തും ഒരേപോലെ ആണെന്നുണ്ടാവില്ല. പക്ഷേ ഈ ജൂൺ ടു ജൂലൈ നോർമൽ റെയിൻഫോൾ ആയിരിക്കും, ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരിക്കും രീതിയിൽ ആ ഒരു എൽനിനോ പീക്ക് കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റുകൾ സീനായി മാറുന്നുണ്ടാവുക. ഓക്കെ, എൽനിനോ വരുമ്പോഴേ ആക്ച്വലി നമ്മളിവിടെ വീക്കർ ആയിട്ട് മൺസൂണിലേക്ക് ലഭിക്കുന്നുണ്ടാവുക. ലാനിന വരുമ്പോഴാണെങ്കിൽ എന്താ ഇവിടെ കുറച്ചും ബെറ്റർ ആയിട്ട് മൺസൂണ് റെയിൻഫോൾ ലഭിക്കുന്നുണ്ട്. കാര്യം മനസ്സിലാക്കി വെക്കാം. ഇത് ആക്ച്വലി ഈ എൽനിനോ അതെങ്ങനെയാണ് മൺസൂണിനെ എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആ ഒരു എക്കണോമി എഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ചോദ്യങ്ങൾ പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ പല രീതിയിൽ യൂസ് കേസുകൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്ത വെച്ചാൽ ആക്ച്വലി എന്താ പറയുക, ആക്ച്വലി നമ്മൾ പറയുന്നുണ്ട്
വൈ ഇന്ത്യ ഷുഡ് എസ്റ്റാബ്ലിഷ് എ വാക്സിൻ ഇഞ്ചുറി കമ്പൻസേഷൻ മെക്കാനിസം. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഹെൽത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കാര്യം വെച്ചാൽ ഈ റീസെൻ്റ്ലി COVID-19 ഒരുപാട് നമ്മൾ വാക്സിൻസുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു COVID-19 വാക്സിൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഓവർ 219.86 crore. ഓക്കെ, അത്രയും 219 അത്രയും കോടി കൂടുതൽ വാക്സിൻസുകൾ നമ്മൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഒരു വാക്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻസ് വാക്സിൻ്റെ കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. വേറെ കാര്യം വെച്ചാൽ പക്ഷെങ്കിൽ ഇപ്പോൾ വാക്സിൻ എടുക്കുമ്പോഴെന്താ എല്ലാവരും എടുക്കണം അല്ലേ, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ. ഒരു കുറച്ച് ഒരാൾ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ കൊണ്ട് മറ്റുള്ള രീതിയിലേക്ക് ആൾക്കാർ ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സിവിക് ഡ്യൂട്ടി പോലെയാണ് ഇതിനെ ആൾക്കാർ കാണുന്നത്. ലൈക്ക് ഗവൺമെൻറ് കാണുന്നതും ആ രീതിയിലാണ് ഇത് കാണുന്നത്. ആ രീതിയിൽ തന്നെ വാക്സിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ആക്ച്വലി സുപ്രീം കോടതി ഒരു റീസെൻ്റ് ഒരു ഡയറക്ഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രചന ഗംഗു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2026 പറഞ്ഞ വെച്ചാൽ എന്താ, ടു ഫ്രെയിം എ നോ ഫോൾട്ട് കോമ്പൻസേഷൻ പോളിസി ഫോർ സീരിയസ് അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഫോളോയിങ് COVID-19 വാക്സിനേഷൻ. ഓക്കെ, ഇതിലെന്താ കാര്യം വെച്ചാൽ നോ ഫോൾട്ട് കോമ്പൻസേഷൻ പോളിസി എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തുകൊണ്ട് ഇത് സ്റ്റേറ്റ് തന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കോമ്പൻസേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് പോളിസി ബെറ്റർ മേക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുന്നതാണെങ്കിൽ ആക്ച്വലി പലപ്പോഴും ആൾക്കാർക്ക് ഈ വാക്സിനേഷൻ ശേഷം പലപ്പോഴും ഈ അഡ്വാൻസ് ഇവൻറ്റ്സുകൾ കാര്യങ്ങളും സീൻ ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. നോക്കുന്നതാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് എന്താ, ഈ അനാഫൈലാക്സിസ്, ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈക്കോപീനിയ സിൻഡ്രോം, TTS, കൂടാതെ എന്താ വാക്സിൻ അസോസിയേറ്റഡ് പാരലൈറ്റിക് പോളിയോ, എൻസിലോപ്പതി, ആ രീതിയിൽ പല പ്രശ്നങ്ങളും ആക്ച്വലി എന്താ പറയുക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നതാണ്. ഇപ്പം അലർജി ആയിരിക്കാം, അല്ലെങ്കിൽ കോവിഡിൻ്റെ റിലേറ്റഡ് നിങ്ങൾക്ക് കണക്ഷൻസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും, പോളിയോൻ്റെ റിലേറ്റഡ് പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുന്നതാണ് ഇവിടെ പറയുന്നുണ്ട് എന്താ, ആക്ച്വലി ഗവൺമെൻറ് അഫിഡവിറ്റ് റെക്കോർഡ് ചെയ്തെന്ന് വെച്ചാൽ എന്താ 92,114. ഓക്കെ, 92,114 അത്രയും എന്താ അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ അത് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്രയാ 89,132 എന്നുള്ളത് മൈനറാണ്. കൂടാതെ 2,782 എന്നുള്ളത് സീരിയസ് ഓർ സിവിയർ ആയിട്ടുള്ള EFIs റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ എത്രയാ 1,171 ഡെത്തുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും സീരിയസ് ആയതുകൊണ്ട് കൂടിയാണ് ആക്ച്വലി ഇവിടെ തന്നെ എന്താ പറയുക നമ്മുടെ സുപ്രീം കോടതി ആണെങ്കിൽ കൂടെ ആ ഒരു നോ ഫോൾട്ട് കോമ്പൻസേഷൻ പോളിസി കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റിലാണ് നമ്മൾ ഇതന്നെ എന്താ പറയുക ഈ ഒരു വാക്സിൻ ഇഞ്ചുറി കോമ്പൻസേഷൻ മെക്കാനിസം ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ട് നോക്കുന്നതും. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ, നമ്മുടെ ആർട്ടിക്കിൾ 21 കാര്യമാണ് എന്താ റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 വരുമ്പോൾ തന്നെ ഈ റൈറ്റ് ടു ഹെൽത്തും അത് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻസ് കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിലാണെങ്കിലും ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിവിടെ നൽകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നോക്കുന്നതാണെങ്കിൽ ആക്ച്വലി എന്താ നമ്മുടെ ഒരു പ്രസന്റിലുള്ള മെക്കാനിസം നോക്കുന്നതാണെങ്കിൽ ഈ ടോർട്ട് ലോ പറയുമ്പോൾ എന്താ റിക്വേഴ്സ് പ്രൂഫ് ഓഫ് ഫോൾട്ട് ദാറ്റ് ദ മാനുഫാക്ചറർ സ്റ്റേറ്റ് ആക്ടഡ് ബിലോ ദി റിക്വേർഡ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. ഓക്കെ, നമ്മളിവിടെ പ്രധാനമായിട്ടും എക്സിസ്റ്റിംഗ് റെമഡീസ് നോക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ നോക്കുന്നതാണെങ്കിൽ ആക്ച്വലി 3 വരുന്നത് എന്താ പറയുക, ടോർട്ട് ലോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 19, പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഓക്കെ, ടോർട്ട് ലോ വരുന്നതാണെങ്കിൽ ആക്ച്വലി എന്താ അവിടെ പ്രൂഫ് കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അത് ബെറ്റർ ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അപ്രോച്ച് അല്ല. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് വരുമ്പോൾ ഈ ഒരു വാക്സിൻ ആണ് ഒരുപാട് എന്താ പറയുക ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും അല്ലേ. ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുമ്പോൾ പ്രശ്നം എന്താ, അത് ആക്ച്വലി ഗുഡ്സ് ഓഫ് സർവീസിന് ഇതിലേക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കാര്യം വരുമ്പോഴാണെങ്കിലും അത് ഒരു ചലഞ്ചിങ് ആയിട്ട് കാര്യമാണ്. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ PIL ആണ്. PIL വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കോർട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേങ്കിൽ അതിനകത്തുനിന്നൊരു ഒരു കോമ്പൻസേഷൻ സെറ്റപ്പ് ചെയ്യാനോ അവർക്ക് ബെറ്റർ ഒരു മെക്കാനിസം കൊണ്ടുവരാനോ ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ പ്രശ്നങ്ങളും ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെക്കാനിസം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രാക്ടീസുകൾ അബ്രോഡ് ഉള്ളത്, ഗ്ലോബൽ ആയിട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ചലഞ്ച് ആൾക്കാർ ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് US എന്താ വാക്സിൻ ഇഞ്ചുറി കോമ്പൻസേഷൻ പ്രോഗ്രാം. ഓക്കെ, ആ സംഭവം വഴി ആക്ച്വലി എന്താ വാക്സിൻ കോർട്ടുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫെഡറൽ വാക്സിൻ കോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അത് US ഒരു കാര്യമാണ്. പിന്നെന്താ വെച്ചാൽ UK വാക്സിൻ ഡാമേജ് പേയ്മെൻറ്റ് സ്കീം. ഓക്കെ, അത് ആക്ച്വലി എന്താ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലംസം പേയ്മെൻറ്റ് അത് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യം UK നടക്കുന്നുണ്ട്. ഓക്കെ, വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം എന്താ
ഈ ജപ്പാൻ, ജർമ്മനി, ന്യൂസിലാൻഡ് പോലുള്ള നോർഡിക് കൺട്രീസുകളിൽ എന്താ ആ ഒരു കമ്പാരബിൾ ടു നോ ഫോൾട്ട് ഫ്രെയിം വർക്ക്സ് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ തായ്വാനിലാണെങ്കിൽ എന്താ ആ ഒരു തൗസൻഡ്സ് ഓഫ് COVID-19 കോമ്പൻസേഷൻ ക്ലെയിംസുകൾ അവർ കുറച്ച് മാസങ്ങൾ തന്നെ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗ്ലോബൽ പ്രസിഡന്റുകൾ ആ ഒരു മെക്കാനിസംസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ US, UK, അത് ജപ്പാൻ, ജർമ്മനി, ന്യൂസിലൻഡ്, തായ്വാനിലൊക്കെ പല മെക്കാനിസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ആർട്ടിക്കിൾ പറഞ്ഞൊക്കെ വെച്ചാൽ ആക്ച്വലി നമുക്കൊരു ഇന്ത്യൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ ഒരു ഇന്ത്യ റിക്വയർസ് എ വാക്സിൻ ഇഞ്ചുറി കോമ്പൻസേഷൻ ആക്ട്. ഓക്കെ, ഒരു ആക്ട് രീതി നമുക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പിന്നെന്താ പറയുക വെച്ചാൽ എന്താ ആ ഒരു നോ ഫോൾട്ട് പ്രീസംപ്റ്റീവ് കോസേഷൻ ടേബിൾ. ഓക്കെ, വെച്ചാൽ ഒരു വാക്സിൻ ഇഞ്ചുറി ടേബിൾ പോലെ ഇപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ആ രീതിയിൽ ഇതിൻ്റെ പ്രശ്നമായിരിക്കാം. ആ ഒരു ഫിക്സഡ് ടൈം പീരീഡിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആ രീതിയിൽ നോട്ടിഫൈ ചെയ്യാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും ഈ ഒരു വാക്സിൻ കോസേഷൻ ആ ഒരു ഇഞ്ചുറി ടേബിളിനെ കൊണ്ട് സാധിക്കുന്നുണ്ടാവും. അത് ആക്ച്വലി നമ്മുടെ USA സംഭവം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. വേറെ കാര്യം വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നമുക്ക് ആവശ്യകതയുണ്ട്. ആ രീതി പറയുന്നുണ്ട്. പിന്നെ വെച്ചാൽ എന്താ ആക്ച്വലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ആ ഒരു കോമ്പൻസേഷൻ ഫണ്ടുകൾ സെറ്റപ്പ് ചെയ്യാം. ആ രീതിയിലൊക്കെ ഇതിൻ്റെ ബെറ്റർ ആയിട്ടൊരു ഔട്ട്കം രീതിയിലേക്ക് ഇവിടെ പറയുന്നുണ്ട്. ലാസ്റ്റ് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള AEFI റിപ്പോർട്ടിങ് പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, AEFI എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് AEFI എന്ന് വെച്ചാൽ എന്താ ആ ഒരു അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ. ആ രീതിയിൽ അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താ പറയുക ഇന്ത്യ മസ്റ്റ് സ്ട്രെങ്തൻ ദ സർവൈലൻസ് സിസ്റ്റംസ്, ആ ഒരു മാൻഡേറ്ററി അഗ്രിഗേറ്റഡ് സ്റ്റേറ്റ് ലെവൽ റിപ്പോർട്ടിങ്ങുകൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ആ സംഭവം ബെറ്റർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി കൂടിയാണ് ഈ ഒരു ഇതിനകത്ത് 5th ആയിട്ടുള്ളൊരു അഗ്രിമെൻറ്റിൽ പറയുന്നത്. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ആക്ച്വലി നമ്മളെന്താ ആ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ സിസ്റ്റംസ് ആ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നത് ഇതിനകത്തൊരു വാക്സിനോട് ട്രസ്റ്റ് കൂടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്ടേക്കുകൾ വെച്ചാൽ വാക്സിൻ എടുക്കാനുള്ള ചാൻസുകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സംഭവം വാക്സിൻ കോമ്പൻസേറ്ററി ആ ഒരു എന്താ പറയുക മെക്കാനിസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആക്ച്വലി ഇന്ത്യയിൽ കൂടെ ഇത്രയും പോപ്പുലേഷൻ കൺട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട്. COVID-19 വാക്സിനേഷൻ എന്താ 219+ crore ഡോസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു പീരീഡിനകത്ത്. പിന്നെന്താ വാക്സിനേഷൻ എന്നുള്ളത് സിവിക് ഡ്യൂട്ടി പോലെയാണ് കാണുന്നത്. ഇപ്പോൾ കളക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇതിൽ കാണുന്നതിന്. ഓക്കെ, സുപ്രീം കോർട്ടാണെങ്കിൽ എന്താ രചന ഗാംഗു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതിനകത്ത് ഡയറക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഫ്രെയിം എ നോ ഫോൾട്ട് കോമ്പൻസേഷൻ പോളിസി. ഓക്കെ, വേറെ വെച്ചാൽ എന്താ അതെന്തൊക്കെയാണ് അഡ്വേഴ്സ് ഇവൻസുകൾ ഒക്കെറിയൻ ചാൻസുകൾ നോക്കുകയാണെങ്കിൽ അനാഫൈലാക്സിസുകൾ, ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ TTS, കൂടാതെ വാക്സിൻ അസോസിയേറ്റഡ് പാരലിറ്റിക് പോളിയോ ഉണ്ട്, എൻസെഫലോപ്പതി ആഫ്റ്റർ ചൈൽഡ്ഹുഡ് വാക്സിന്, അങ്ങനെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ ഗവൺമെൻറ് അഫിഡവിറ്റ് നോക്കുന്നതാണെങ്കിൽ ആക്ച്വലി 92,114 AEFI കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 1971 ഡെത്തുകളുണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ഇന്ത്യ ആക്ച്വലി ഡെഡിക്കേറ്റഡ് കോമ്പൻസേഷൻ മെക്കാനിസം നമുക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് അഡ്രൈസ് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ പറഞ്ഞു വെച്ചതും ടോട്ടലോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കാര്യങ്ങൾ, PILൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിവിടെ സംസാരിച്ചു. ഓക്കെ, പിന്നെ വെച്ചാൽ US വാക്സിൻ കോർട്ട് നടക്കുന്നുണ്ട്. UK പേയ്മെൻറ്റ് സ്കീംസ് ഉണ്ട്. തൈവാൻ, ജപ്പാനൊക്കെ വെച്ചാൽ നോ ഫോൾ ഫ്രെയിംവർക്കുകൾ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് ആക്ച്വലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റിനെയും ആ ഒരു അപ്ടേക്കിനെയും ഇത് ആക്ച്വലി ബെറ്റർ ആയിട്ട് കൊണ്ടുപോവുക ചെയ്യുക, അല്ലാതെ അങ്ങോട്ട് ആൻറ്റി വാക്സിൻ സെൻറ്റിമെൻറ്റ് കൊണ്ടുവരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വാക്സിൻ ഇഞ്ചുറി കോമ്പൻസേഷൻ മെക്കാനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമ്മുടെ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത ആ ഒരു ലാസ്റ്റ് റീക്യാപ്പിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ ക്യാൻസർ ക്യൂർ മസ്റ്റ് നോട്ട് ബി ഹോസ്റ്റേജ് ബിഗ് ഫാർമ. ക്യാൻസർ ക്യൂറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ഇമ്മ്യൂണോതെറാപ്പി അതിൻ്റെ കാര്യങ്ങൾ അതെന്തൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുള്ള സ്റ്റെപ്സ് സംസാരിച്ചു. ക്രീപ്പിംഗ് റിസ്ക് പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയൽ പോളിസി കാര്യങ്ങൾ അതിനകത്ത് ഗവേണൻസ് നമ്മൾ സ്റ്റെപ്സ് എന്തൊക്കെ എടുക്കേണ്ടത്, അതിൻ്റെ ഒരു ബോയിലർ എക്സ്പ്ലോഷൻസ് കാര്യങ്ങൾ മുമ്പ് റീസെൻ്റ്ലി നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ചലഞ്ചുകൾ എന്തൊക്കെ നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ റൂറൽ മോഡൽസ് ഇന്ത്യയുടെ എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ഡിപ്ലോമസീനെ ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പം NRLMൻ്റെ ആഫ്രിക്കയിലൊരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അത് നമ്മൾ സംസാരിച്ചു. നമ്മളെന്താ പറഞ്ഞത് മൺസൂണിൻ്റെ നോർമലായിട്ട് അതിൻ്റെ ഒരു ബിലോ ലെവലിലാണ് ഇപ്പോൾ ഫോർകാസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് വരുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നമ്മുടെ ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്നത്, സെയിം ടൈം നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യുന്നുണ്ടാവും ആ രീതി സംസാരിച്ചു. സെയിം ടൈം എന്തായാലും മൺസൂൺ വരുമ്പോൾ എൽനിനോൻ്റെ കാര്യം പറഞ്ഞു. എൽനിനോ വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ
ഇന്ത്യയിലെ ഒരു ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. സെയിം ലാഗിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ആക്ച്വലി ആ ഒരു വാക്സിൻ ഇഞ്ചുറി കമ്പൻസേഷൻ മെക്കാനിസത്തിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു, അത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചാൽ അത് ഗ്ലോബലി എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അതെങ്ങനെയൊക്കെയാണ് ഗ്ലോബലി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് അടുത്ത ദിവസം ആ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് നോക്കുന്നു. UPSC രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക, ആ രീതിയിലൊരു അനാലിസിസുകൾ ചെയ്യുന്നുണ്ടാവും. നാളത്തെ ദിവസം ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് ഐഡിയ എന്ന സെഷൻ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഐലൻഡ് ടോപ്പേഴ്സ് ഫെലിസിറ്റേഷൻ സമ്മിറ്റ് നടക്കുകയാണ് ഇവിടെ ലൈക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അതുകൊണ്ട് നാളെ ഐഡിയ സെഷൻ ഉണ്ടാവില്ല, കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.